മോളിക്കുട്ടി എന്താ എന്താ? ദുബായ് മാമ അവളുടെ വരവ് കണ്ടോ? പേടിച്ചരണ്ട്. ചോദിച്ചതിന് സമാധാനം പറയാതെയാ ഗോപാലമ്മ ഫോണ് കട്ട് ചെയ്തത്. അവിടുന്ന് ഓടി പിടച്ച് വരിക ഞാൻ. അമ്മ എവിടെ? തങ്ക അവിടെ ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. മോൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ഒരു കാര്യം പറയാനുണ്ട്. അനിയൻ സാറിനെയും നമ്മളെ ഒന്നും ദൈവം അങ്ങനെ കൈവിടില്ല മോളെ. ഇന്നലെ നമ്മൾ വിറ്റ ടിക്കറ്റിനെ കൊള്ളാവുന്ന ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട്. കൊള്ളാവുന്ന സമ്മാനം എന്ന് പറഞ്ഞ 5000? 5000 ഒന്നും അല്ല. ദുബായ് മാമൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സമ്മാനം ഇതുവരെ അടിച്ചിട്ടില്ല. 5 ലക്ഷം. ആണോ? ശരിക്കും പറയുന്നതാണോ? വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. അതെ അതെ മാമ. അപ്പോ ഇതിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടുമല്ലേ? അതൊരു 50,000 രൂപ കാണില്ലേ? അങ്ങനെയല്ലേ? ആ, കമ്മീഷൻ 50,000 രൂപ തന്നെയാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതെന്താ? എന്റെ കൃഷ്ണമോളെ, ഇന്നലെ നമ്മുടെ കുറച്ച് ടിക്കറ്റ് ബാക്കിയായിരുന്നില്ലേ വിറ്റുപോകാതെ? ആ മിച്ചം വന്ന ടിക്കറ്റിനാ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇതിന് നോക്കട്ടെ. കൃഷ്ണേ, മോളിക്കുട്ടി, ഇതിലും നന്നായിട്ട് എങ്ങനെ ദൈവം അനുഗ്രഹിക്കണ്ടേ? ഇനി ഞാൻ എങ്ങനെ ദൈവത്തിനോട് പരാതി പറയാ? നീ വിളിച്ച് പ്രാർത്ഥിച്ചതിന്, ഗോപാലമാമ വിളിച്ചതിന്, എന്റെ അമ്മ, ഞാൻ, സുനന്ദേച്ചി, എല്ലാവരും നെഞ്ചു പൊട്ടി വിളിച്ചതിന്, അതിനുള്ള ബലല്ലേ ഈശ്വരൻ തന്നിരിക്കുന്നത്? മോളെ, ഇന്ന് തന്നെ പോയി വക്കീലിനെ കാണണം. ഇത് മാറ്റിയെടുത്താലേ അയാൾക്ക് കൊടുക്കാനുള്ള പണമായി. പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. തൽക്കാലം കേസ് നടത്തിക്കൊണ്ടുപോകാൻ അത് മതി. കേസ് നടക്കട്ടെ, അനിയൻ സാറ് പുറത്തിറങ്ങട്ടെ. എന്നിട്ട് നമുക്കൊരിറക്കം ഇറങ്ങണം സാറിന്റെ കൂടെ. ഗോപാലമാമ എന്റെ അമ്മയുടെയും ജീവിതത്തിലേക്ക് ഒരു ഭാഗ്യം പോലെ കയറി വന്നതാ ഗോപാലമാമൻ. അന്ന് കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് കാണിച്ച് ഗോപാലമാമൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം കയ്യിലിരിക്കുന്ന ഈ കടലാസ് കഷ്ണങ്ങള് ചിലപ്പോ ഒന്ന് ഞെട്ടിക്കൊന്ന്. ഇപ്പതേ ശരിക്കും ഞെട്ടിച്ചു, ശരിക്കും. കരയില്ലേടി മോളെ. അനിയൻ സാറിന്റെ മോള് കരഞ്ഞാലേ ദൈവം തന്നെ കൈ ഉയർത്തും ആ കണ്ണീരൊപ്പാൻ. അതിന്റെ തെളിവായത്.